ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തെ അതിസമ്പന്നൻ, ഏതാണ്ട് 350-400 ബില്യൺ US ഡോളറിന്റെ ആസ്തിയുള്ള അമേരിക്കക്കാരനായിട്ടുള്ള സമ്പന്നൻ, അദ്ദേഹത്തിന്റെ സ്വന്തം പ്ലാറ്റ്ഫോം ആയിട്ടുള്ള X.comൽ ഒരു കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് വന്നു. നിങ്ങളിൽ ചിലരെങ്കിലും അത് കണ്ടു കാണും. ഒരുപാട് പേര് കാണാൻ സാധ്യതയില്ല, കാരണം നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത് കവർ ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അവർക്കൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്തവരാണ്. ഇലോൺ മസ്ക് IMFന്റെ ഒരു ഡേറ്റ ഷെയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ എഴുതി: ദ ബാലൻസ് ഓഫ് പവർ ഈസ് ചേഞ്ചിങ് എന്ന തലക്കെട്ടോട് കൂടിയിട്ട് IMFന്റെ ഒരു ഡാറ്റ അദ്ദേഹം ഷെയർ ചെയ്തു ട്വിറ്ററിനകത്ത്, അതായത് ഇന്നത്തെ X.comനകത്ത്. ആ ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ വയ്ക്കാം. ഇതിനകത്ത് ടോപ്പ് 10 കോൺട്രിബ്യൂട്ടേഴ്സ് ടു ഗ്ലോബൽ റിയൽ GDP ഗ്രോത്ത് 2026 എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. IMFന്റെ ഡേറ്റയാണ്. ഈ ഡേറ്റ അനുസരിച്ച് ഗ്ലോബലി തന്നെ നോക്കിയാൽ റിയൽ GDP ഗ്രോത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നത് ചൈനയാണ്. 26.6% ആണ് ചൈനയുടെ റിയൽ GDP ഗ്രോത്തിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്. 17% ഇന്ത്യയുടെ റിയൽ GDP ഗ്രോത്തിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് US ആണ്, 9.9%. നാലാമത് നിൽക്കുന്ന ഇന്തോനേഷ്യക്ക് ഒരുപാട് പുറകിലാണ്, 3.8%. അപ്പൊ ഈ ആദ്യത്തെ 3 രാജ്യങ്ങൾ വളരെ പ്രധാനമാണ്. ഇവിടെ ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ ബഹുദൂരം പുറകിലാക്കിയിട്ട് റിയൽ GDP ഗ്രോത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നത് ലോകത്തെ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് ഇലോൺ മസ്കും പറഞ്ഞിരിക്കുന്നത്. എന്താണ് മസ്ക് പറഞ്ഞത്? ബാലൻസ് ഓഫ് പവർ ചേഞ്ചിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ദ ബാലൻസ് ഓഫ് പവർ ഈസ് ചേഞ്ചിങ്. പുതിയ ശക്തികൾ ഉയർന്നു വരികയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ അപ്രമാദിത്വം ലോകത്ത് കുറഞ്ഞു വരികയാണ്. ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എന്തിനാണ് ട്രംപ് അമ്മാവൻ 50% നികുതി നമ്മുടെ തലയിലേക്ക് എടുത്തു വെച്ചതെന്ന്. കാരണം US ഇന്ത്യയുടെയും പുറകിലേക്ക് പോവാണ് പല മേഖലകളിലും. ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ 10-20 വർഷം കൊണ്ട് ഇന്ത്യയും ചൈനയും ലോകത്തെ നയിക്കുന്ന ലെവലിലേക്ക് മാറും. ഓൾറെഡി പല മേഖലകളിലും ഇന്ത്യയും ചൈനയും മുമ്പിലാണ് നിൽക്കുന്നത്. ഇലോൺ മസ്കിനെ പോലെ അതിസമ്പന്നനായ ഒരാൾ, അതൊരു പ്രചോദനമാണ്. അയാൾ പറയാണ് ലോകത്തിന്റെ ഈ ബാലൻസ്, പവർ ബാലൻസ് മാറുകയാണ്. ചൈനയും ഇന്ത്യയും US പോലും മറികടന്ന് മുകളിലേക്ക് വരികയാണ്. ഒരുപാട് പേർക്കുള്ള ഒരു സംശയമായിരിക്കും, എന്താണ് ഈ നോമിനൽ GDPയും റിയൽ GDP ഗ്രോത്തും തമ്മിലുള്ള വ്യത്യാസമെന്ന്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ആദ്യം എന്താണ് റിയൽ GDP എന്ന് നമുക്ക് നോക്കാം. ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം പണപ്പെരുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന ഒന്നാണ് റിയൽ GDP എന്ന് പറയുന്നത്. അതായത് റിയൽ GDP കാണിക്കുന്നതെന്ന് പറയുന്നത് ഒരു എക്കണോമി യഥാർത്ഥത്തിൽ എത്രത്തോളം വളർന്നു എന്നത് കൃത്യമായിട്ട് റിയൽ GDP ആണ് കാണിക്കുന്നത്. അല്ലാതെ വിലകൾ എത്രമാത്രം വർദ്ധിച്ചു എന്നതല്ല റിയൽ GDP കാണിക്കുന്നത്. ഒരു എക്കണോമി ആക്ച്വലി എത്രത്തോളം വളർന്നു എന്നത് റിയൽ GDPയിലൂടെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ എന്താണ് നമ്മൾ കേൾക്കുന്ന നോമിനൽ GDP? നോമിനൽ GDP എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് പ്രൈസസിലാണ് മെഷർ ചെയ്യുന്നത്. ഇത് പണപ്പെരുപ്പം കൂടി ഉൾപ്പെടുന്ന ഒന്നാണ്. ഇത് ആളുകൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിൽ പോലും വളർച്ച കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റിയൽ GDPയും നമ്മൾ നോമിനൽ GDPയും തമ്മിൽ നോക്കിയാൽ കുറെ കൂടി ട്രസ്റ്റബിൾ ആയിട്ടുള്ള റിയൽ ആയിട്ടുള്ള GDP ഗ്രോത്ത് നമുക്ക് റിയൽ GDPയിൽ മാത്രമേ മനസ്സിലാവൂ. അതുകൊണ്ട് തന്നെയാണ് അതിന് റിയൽ GDP എന്ന് പറയുന്നതും. എന്ന് വെച്ചാൽ നോമിനൽ GDP പലപ്പോഴും കള്ളം പറയും, റിയൽ GDP കള്ളം പറയില്ല. കാരണം എന്താണ്? റിയൽ GDP എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രൈസിലാണ് മെഷർ ചെയ്യുന്നത്. അതുപോലെ പണപ്പെരുപ്പം അതിൽ റിമൂവ് ചെയ്തിരിക്കും. മാത്രമല്ല ശരിക്കുള്ള ട്രൂ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഇൻക്രീസ് ആയിരിക്കും അത് കാണിക്കുന്നത്. എന്നാൽ നോമിനൽ GDP അങ്ങനെയല്ല. നോമിനൽ GDP കള്ളം പറയും. അമേരിക്കയൊക്കെ ഈ കള്ളം ധാരാളമായിട്ട് കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ കറൻസി ട്രിക്സ്. നോമിനൽ GDPയിൽ ഇത്തരം ട്രിക്സ് കാണിക്കാം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഗെയിംസ് ഉണ്ട്. ഇതെല്ലാം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ കാണിക്കുന്ന തരികടയാണ്, എക്സ്ചേഞ്ച് റേറ്റ് ഗെയിംസ്. റിയൽ GDP എന്ന് പറയുന്നത് ഇതൊന്നുമില്ലാത്തതാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയും വളർച്ചയും കാണിക്കുന്ന ഒന്നായിരിക്കും റിയൽ GDP. അവിടെയാണ് ഗ്ലോബലി ചൈനയുടെ ഷെയർ 26.6%, ഇന്ത്യയുടേത് 17%, USA 9.9%. നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന എല്ലാ റിയൽ ഗ്രോത്ത് എടുത്ത് നോക്കുമ്പോഴും അതിൽ ഇന്ത്യയുടെ മാത്രം ഷെയർ, നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന ടോട്ടൽ ഗ്രോത്ത്, റിയൽ ഗ്രോത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഷെയർ 17% ആണ്. എന്ന് വെച്ചാൽ വളരെ വളരെ വലുതാണത്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യക്ക് ഇത്രയും ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതെന്ന് സംശയം എല്ലാവർക്കും വരും. ഒന്നാമത്തെ കാരണം ലാർജ് പോപ്പുലേഷൻ. ഈ ലാർജ് പോപ്പുലേഷൻ വർക്ക് ഫോഴ്സും കൂടിയാണ്. വലിയ ജനസംഖ്യ വർക്ക് ഫോഴ്സ് ആയിട്ട് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്.
ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ നടത്തുന്ന വലിയ രീതിയിലുള്ള പുരോഗതി, മാനുഫാക്ചറിംഗ് പ്ലസ് സർവീസ്, ഇത് രണ്ടും ഒരുപോലെ ഇന്ത്യയിൽ വളരുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ചയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പണപ്പെരുപ്പം താരതമ്യേന കുറവാണ്. അതോടൊപ്പം തന്നെ കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്, ഇത് രണ്ടും ഒരുപോലെ ഇന്ത്യയിൽ വളരുന്നുണ്ട്. ഇന്ത്യയുടെ GDP പെർ ക്യാപിറ്റ, നോമിനൽ GDP പെർ ക്യാപിറ്റ കുറവാണെങ്കിൽ പോലും ടോട്ടൽ റിയൽ ഔട്ട്പുട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്, മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അവിടെയാണ് ഈ ഒരു പട്ടികയുടെ പ്രസക്തി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് മാറ്റർ എന്ന് ചോദിച്ചാൽ, റിയൽ GDP ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പവർ എന്നതാണ് അതിന്റെ അർത്ഥം. ഒരു രാജ്യത്തിന്റെ മിലിറ്ററി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിക് ബേസിനെയാണ് ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ എക്കണോമിക് സ്കെയിലിനെ ഫോളോ ചെയ്തിട്ടാണ് ഉണ്ടാവുന്നത്. ഒരു രാജ്യത്തിന്റെ കറൻസി ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രോത്ത് കോൺട്രിബ്യൂഷനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇവിടെയാണ് ദ ബാലൻസ് ഓഫ് പവർ ഈസ് ചേഞ്ചിങ് എന്ന മസ്കിന്റെ വാചകത്തിന്റെ പ്രസക്തി. അമേരിക്ക ഡോളർ വെച്ചുള്ള കളിയും ഈ മറ്റേ കറൻസി വിനിമയം വെച്ചുള്ള കളിയും ഒക്കെ കളിച്ച് പല കളികൾ കളിച്ച് അവരുടെ എക്കണോമിയെ പിടിച്ചു നിർത്തുമ്പോൾ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് സ്ഥിരതയുള്ളതും ലോങ് ടേമിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ഒരു വളർച്ചയായിട്ടാണ് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയെ നമുക്ക് ഫ്യൂച്ചർ എഞ്ചിനായിട്ടും ചൈനയെ നമുക്ക് കറണ്ട് എഞ്ചിനായിട്ടും USA നമുക്ക് മെച്ചുവർ എഞ്ചിനായിട്ടും കാണാം. USA കാലം ഏറെക്കുറെ കഴിഞ്ഞു. നിലവിൽ ഇനി കുറെ കാലം ചൈന നേതൃത്വം കൊടുക്കും. അത് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എഞ്ചിനായിരിക്കും ലോകത്തെ നയിക്കാൻ പോകുന്നത് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.